സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മാമിയുടെ കുടുംബം പ്രതികരിച്ചു. ആദ്യ ദിവസങ്ങളിൽ അവർ കളക്ട് ചെയ്യേണ്ട കുറേ CCTV വിഷ്വൽസും അതുപോലെ മാമി 21-ാം തീയതി രാവിലെ പല ഗ്രില്ലേറ്റ്സിൻ്റെ അവിടെയൊക്കെ ബീച്ച് സൈഡിലുള്ള ഹോട്ടലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ വിഷ്വൽസ് ഒന്നും എന്ത് ചെയ്തില്ല, വേണ്ട രീതിയിൽ അവരെടുത്തിട്ടില്ല. 21-നും 22-നും ഉള്ള വിഷ്വൽസ് ഒന്നും കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ക്യാമറ കണ്ണിലും മാമിയെ കണ്ടിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഈ ആധുനിക കാലത്ത്. അപ്പം പിന്നെ 6 മാസം ഒരു ടീം അന്വേഷിച്ചു. ഒരു ഇംപ്രൂവ്മെൻറ്റും ആ കേസിൽ ഉണ്ടായിട്ടില്ല. അപ്പം വീണ്ടും SIT എന്നുള്ള പേരിൽ ആ ടീമും അതിൽ രണ്ടാൾക്കാർ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ആൾക്കാരുള്ളത്. ബാക്കിയുള്ള 7 പേരും 9 അംഗ ടീമിൽ 7 പേരും പഴയതും 2 പേര് മാത്രമാണ് പുതിയതായിട്ട് ഉണ്ടായിരുന്നത്. എന്നിട്ടും അവർ ഫോം ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ടും അതിലൊരു അന്വേഷണ പുരോഗതിയും കണ്ടിട്ടില്ല. ഇന്നലെ MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അനീഷ്, ഈ മാമി തിരോധാന കേസ് CBIക്ക് വിടണമെന്ന ശുപാർശയ്ക്ക് പിന്നാലെയാണ് ഇത്തരമൊരു നടപടി DGPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൽ കുടുംബം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അഭിഭാഷകൻ, ഈ മാമിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട കേസിലെ അഭിഭാഷകൻ, കുടുംബത്തിന്റെ അഭിഭാഷകൻ ഇതിൽ നീരസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില അട്ടിമറിയുണ്ട് എന്ന ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. അങ്ങനെ ഒരു സംശയമുണ്ടോ? കുടുംബത്തിന് അത്തരമൊരു സംശയമുണ്ടോ? ഇത് അട്ടിമറിയുടെ ഭാഗമായിട്ട്, ഈ കേസ് അട്ടിമറിയുടെ ഭാഗമായിട്ടാണ് ഈ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയതെന്ന്? ടോമോ, 1 വർഷം മുമ്പാണ് കോഴിക്കോട് നഗരത്തിലെ മധ്യത്തിൽ നിന്നും കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മാമി അപ്രത്യക്ഷനാവുന്നത്. ഇതിനുശേഷം ആദ്യ മാസങ്ങളിൽ ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. പിന്നീടാണ് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ADGP MR അജിത് കുമാർ അടക്കമുള്ളവരായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത്. പക്ഷേ PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലോടുകൂടി ഈ അന്വേഷണ സംഘത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും കുടുംബത്തിന് നഷ്ടമാവുകയുണ്ടായി. പിന്നീടാണ് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ CBI അന്വേഷണം ആവുന്നതിൽ തടസ്സമില്ല എന്ന് പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ഇക്കാര്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കേസ് അന്വേഷണം വിട്ടുകൊണ്ടുള്ള ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയാവും അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും ചെയ്യുക. എന്തായാലും നേരത്തെ മുതൽ തന്നെ ഈ കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, കേരള പോലീസിൻ്റെ വിശ്വസനീയതയിൽ തങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഏറ്റവും മിടുക്കരായ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ള ഒരു സേനയാണ് പോലീസ്. CBIയെക്കാളിലും ഒരുപക്ഷെ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കുടുംബം പറയുകയും ചെയ്തത്. പക്ഷേ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുമ്പോൾ നേരത്തെ തന്നെ കേസ് അട്ടിമറിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അവർ പിന്നാലെ ഉണ്ടാവും എന്നൊരു സംശയം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇതൊരു സ്വതന്ത്രമായ ഏജൻസി എന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഈ കുടുംബം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത്. കാരണം ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ ലഭിക്കാവുന്ന തെളിവുകളൊക്കെ പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ തേച്ചു മാച്ചു കളഞ്ഞിരിക്കുന്നു. സാക്ഷികളിൽ പലരും ചോദ്യം ചെയ്യലിന് പോലും എത്താത്ത സാഹചര്യം. 300-ലധികം സാക്ഷികളുണ്ട് എങ്കിലും അതിൽ 90%-ലധികം ആളുകളുടെ മൊഴികൾ മൊബൈൽ ഫോൺ വഴി വിളിച്ച് രേഖപ്പെടുത്തിയ ഒരു കേസ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കേസുകൾക്കുള്ളിലുണ്ട്. ഒപ്പം ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ആദ്യം കുടുംബത്തോടൊപ്പം രംഗത്ത് വന്നിരുന്ന പലരും പിന്മാറുന്നു. മാമിയുടെ ഭാര്യമാർ തമ്മിൽ പോലും ഈ കാര്യത്തിൽ ഒരു ആശയ വ്യക്തതയില്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യം. ഇങ്ങനെയൊക്കെ അതീവ സങ്കീർണമായ സാഹചര്യത്തിലാണ് ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഭാര്യമാരൊക്കെ ഈ ഒരു തീരുമാനത്തോട് ഈ ഘട്ടത്തിൽ യോജിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തുമ്പ് മാമിയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അത്തരമൊരു പ്രതീക്ഷയുടെ കിരണം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഈ പ്രതിഷേധവുമായി രംഗത്ത് വരികയോ അല്ലെങ്കിൽ കേസ് CBI തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്യും എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കേരള പോലീസിലെ മിടുക്കരായ ഉദ്യോഗസ്ഥരെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ടോം, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ വ്യവസായിയായ മാമിയുടെ തിരോധാന കേസിലെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് വിടാൻ DGP ഉത്തരവിട്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു